കേരള കോൺഗ്രസ് എമ്മിനെ സമ്മർദ്ദത്തിലാക്കി മുന്നണി മാറ്റണമെന്ന ആവശ്യം അതിശക്തം. പാർട്ടിക്കുള്ളിലും ഈ ആവശ്യം ശക്തമാണ്. UDFിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരാനുള്ള നീക്കം സജീവമാണ്. മുസ്ലിം ലീഗാണ് ഈ ചരടുവലികൾ നടത്തുന്നത്. മുനമ്പം വിഷയത്തോടെ ക്രൈസ്തവ സംഘടനകളും ഇടതു സർക്കാരിന് എതിരായി. ഇതും കേരള കോൺഗ്രസ് എമ്മിന് മുകളിൽ സമ്മർദ്ദമാണ്. പുറമേ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റത്തിനുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. UDFിനും കേരള കോൺഗ്രസിനും ഇടയിൽ ചർച്ച നടത്തുന്നത് മുസ്ലിം ലീഗാണ്. അനൗപചാരിക തലത്തിൽ മാത്രമേ ചർച്ച നടന്നിട്ടുള്ളൂ. ലീഗ് മത്സരിച്ചു പോരുന്ന തിരുവമ്പാടി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകാമെന്നും ഓഫറുണ്ടെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പാലാ, കടുത്തുരുത്തി മണ്ഡലങ്ങൾ നിലവിൽ UDFിലെ മാണി സി കാപ്പന്റെയും മോൻസ് ജോസഫിന്റെയും പക്കലാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ സീറ്റ് ഓഫർ ചെയ്യുന്നതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. മുനമ്പം ഭൂപ്രശ്നം, വനനിയമ ഭേദഗതി ബിൽ എന്നിവയിൽ കത്തോലിക്ക സഭാ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് കേരള കോൺഗ്രസിനെ ഒടുവിൽ പ്രതിസന്ധിയിലാക്കിയത്. ഈ രണ്ട് പ്രശ്നങ്ങളും സഭാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയെന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ രണ്ടിലും പരസ്യ പ്രതിഷേധം കേരള കോൺഗ്രസ് നടത്തിയിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന് NSSുമായും അടുത്ത ബന്ധമുണ്ട്. NSS UDF പക്ഷത്തേക്ക് പോകുന്നതും കേരള കോൺഗ്രസ് എമ്മിനെ സ്വാധീനിക്കുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് N ജയരാജ്, പ്രമോദ് നാരായൺ MLA എന്നിവർ ഇടതുമുന്നണി വിടുന്നതിനോട് യോജിക്കുന്നില്ല. എങ്കിലും ജോസ് കെ മാണിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കും. UDFിൽ നിന്നും എത്ര സീറ്റ് കിട്ടും എന്നതടക്കം പരിശോധിച്ചാകും തീരുമാനം എടുക്കുക. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കനത്ത പരാജയത്തിന് കാരണമെന്ന് ജോസ് കെ മാണി MP പ്രതികരിച്ചിരുന്നു. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നവർ അകന്നു നിന്നു. എല്ലാം UDF കൊണ്ടുപോയി. ഇനി അങ്ങോട്ട് പോകണോ, ഇവിടെ നിൽക്കണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. കേരളത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിന്റെയും ആവർത്തനമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് എന്നതാണ് ചരിത്രം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികൾക്കാണ് കൂടുതൽ സാധ്യതയെന്നും പ്രതികരിച്ചിരുന്നു. CPM, കോൺഗ്രസ്, CPI പാർട്ടികളെക്കാൾ കൂടുതൽ കുടുംബ ബന്ധം കേരള കോൺഗ്രസിനുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. കേരള കോൺഗ്രസ് M സ്വാധീനമുണ്ടെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചത്. അതും തെളിയിക്കാനും വിലയിരുത്താനുമുള്ള അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് M മുന്നണി മാറുന്നുവെന്ന വാർത്തകൾ നിഷേധിക്കുകയും ചെയ്തു ജോസ് കെ മാണി. വാർത്ത തെറ്റാണെന്നും LDFിന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് M എന്നും ജോസ് കെ മാണി ഒരു മാസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. LDFിൽ താൻ പൂർണ്ണ തൃപ്തനെന്നും പറഞ്ഞു. കേരള കോൺഗ്രസ് M പാർട്ടി മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. LDFിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനുശേഷവും മുന്നണി മാറ്റ ചർച്ചകൾ വാർത്തകളായി എത്തുന്നു എന്നതാണ് മറ്റൊരു വസ്തുത.